വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയരായ വിശിഷ്ടാതിഥികളെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, പ്രിയ അധ്യാപകരെ, വാത്സല്യമുള്ള ചെറുപുഷ്പം സ്കൂളിൻ്റെ അഭിമാന ഭാജനങ്ങളായ വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും ഈ നല്ല ദിനത്തിൻ്റെ ആശംസകൾ. 50 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ നഴ്സറി സ്കൂളായി പ്രവർത്തനം ആരംഭിച്ച ചെറുപുഷ്പ സ്കൂൾ ഇന്ന് 50 വർഷം പിന്നിടുന്ന സുവർണ ജൂബിലി നിറവിലായിരിക്കുമ്പോൾ അതിന് സാക്ഷിയാകുവാൻ ഞാൻ ഈ വേദിയിൽ ആയിരിക്കുന്നത് ഏറെ ചാരിതാർത്ഥ്യത്തോടെയാണ്. ഒപ്പം ഇത്രയും നാൾ വഴി നടത്തിയ ഈശ്വര കൃപയ്ക്ക് 1000 നന്ദി. അർദ്ധശതാബ്ദങ്ങളോളം നീണ്ട ദീർഘയാത്രയിൽ അനേകം വെല്ലുവിളികൾ മറികടന്ന് കഠിനാധ്വാനവും പ്രതിബദ്ധതയും കൊണ്ട് നിരവധി നേട്ടങ്ങൾ കൈവരിക്കുവാനായിട്ട് നമ്മുടെ കലാലയത്തിന് സാധിച്ചു. ഈ പാഠശാലയിൽ പഠിച്ചു വളർന്ന് നിരവധി പേർ ഇന്ന് സമൂഹത്തിൽ കരുത്തുറ്റ നേതാക്കളായും മോഹന ജീവിതം നയിക്കുന്ന ഉജ്ജ്വല വ്യക്തികളായും മുന്നേറിയവരാണ്. ഈ വിജയത്തിന്റെ അടിസ്ഥാനം നമ്മുടെ അധ്യാപകരുടെ അശ്രാന്തമായ പരിശ്രമവും വിദ്യാർത്ഥികളുടെ അധ്വാനവും ആഗ്രഹവുമാണ്. ഈ പ്രദേശത്തിന്റെ അക്ഷരവിളക്കാണ് ചെറുപുഷ്പം ഹൈസ്കൂൾ എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതെ, ശാന്തതയും സഹവർത്തിത്വവും കൈകോർത്ത് നിൽക്കുന്ന ഒരു വിദ്യാലയ അന്തരീക്ഷം ഇവിടെ സംജാതം ആകുന്നു എന്നത് തീർച്ചയാണ്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളോടായി മക്കളെ കുറിച്ച് ഏറെ സ്വപ്നങ്ങൾ കാണുന്നവരാണ് ഓരോ മാതാവും ഓരോ പിതാവും. മികച്ച വിദ്യാഭ്യാസം, മികച്ച ജോലി, മികച്ച സ്വഭാവം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നാളെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ തണലാവണമെങ്കിൽ മികച്ച ഗാർഹിക അന്തരീക്ഷം ഭവനത്തിൽ ഉണ്ടാവണം. സ്നേഹവും പങ്കുവയ്ക്കലും അച്ചടക്കവും ബഹുമാനവും ശുചിത്വവും അവർ വീട്ടിൽ നിന്ന് പഠിക്കണം. നിങ്ങൾ അവർക്ക് മാതൃകയാകണം. മാതാപിതാക്കളോടായി 1-2 കാര്യങ്ങൾ കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, മക്കളിൽ വിശ്വാസം വയ്ക്കുക. അവരുടെ സ്വപ്നങ്ങൾക്ക് പിന്തുണ നൽകുക. നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ സമയം, ഇവ രണ്ടും മക്കൾക്ക് നൽകുന്നതിനേക്കാൾ വലിയ സമ്മാനം വേറൊന്നില്ല. അവരനുഭവിക്കുന്ന ഓരോ വിജയത്തിലും പരാജയത്തിലും പകരം വയ്ക്കാനാവാത്ത ഒരു സ്ഥാനം നിങ്ങൾക്കുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ അവരുടെ കഴിവുകൾക്ക് വെല്ലുവിളി ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജീവിതത്തിൽ വിജയിക്കാൻ മാത്രമല്ല, നല്ല മനുഷ്യരായി വളരാനും അവരെ സഹായിക്കുക. സത്യസന്ധതയും കരുണയും സമാധാനവും മൂല്യങ്ങളായി കരുതുവാൻ അവരെ പഠിപ്പിക്കുക. മക്കളുടെ പഠന ജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും അനുഗമിക്കുന്ന വലിയൊരു സഹയാത്രികരാകുവാൻ നിങ്ങളുടെ പിന്തുണ അവരുടെ ജീവിതത്തിനുള്ള വലിയ ശക്തിയാണ്. നിങ്ങൾ തിരിച്ചറിയണം, നമുക്ക് മുന്നേ നമ്മുടെ മക്കളെ കാർന്നു തിന്നുന്ന തിന്മയുടെ ശക്തി ഉണ്ടെന്നുള്ള സത്യം. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളെ കൂടാതെ ഇങ്ങനെയൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുക അസാധ്യം. നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന സഹകരണവും സ്നേഹവും പിന്തുണയും ഏറ്റവും അഭിനന്ദനാർഹം തന്നെ. നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ മക്കളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ തരുണത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള അധ്യാപകരെ, ജീവനുള്ള ഒരു അധ്യാപകൻ
അറിവിൽ നിന്നും അധ്യാപനം നടത്തുന്നവരല്ല, അറിയലിൽ നിന്നും അധ്യാപനം നടത്തുന്നവരാണ് യഥാർത്ഥ അധ്യാപകർ. ജീവനുള്ള, അരികിലുള്ള, യഥാർത്ഥത്തിലുള്ള ഒരു അധ്യാപകനോ ആയി മാറുക. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ, പുസ്തകം വായിച്ചാൽ ഒരു പരിധിവരെ അറിവ് ലഭിക്കാമായിരിക്കാം. എന്നാൽ ഒരു കുട്ടിയെ ചേർത്ത് നിർത്താൻ നല്ല അധ്യാപകരായി മാറേണ്ടിയിരിക്കുന്നു. ഒരു കുട്ടിയുടെ കണ്ണിൽ ഒരു ആൽബർട്ട് ഐൻസ്റ്റീനെ, ഒരു കുട്ടിയുടെ കണ്ണിൽ തോമസ് അൽവ എഡിസനെ, ഒരു കുട്ടിയുടെ കണ്ണിൽ ഒരു മാഡൻ ക്യൂറിയെ, ഒരു കുട്ടിയുടെ കണ്ണിൽ ഒരു സച്ചിൻ തെണ്ടുൽക്കറിനെ, ഒരു കുട്ടിയുടെ കണ്ണിൽ ഒരു അബ്ദുൽ കലാമിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കണം. ഒരു കുട്ടിയുടെ പ്രതിഭ എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ രീതിയിൽ നിങ്ങൾ കുട്ടിയെ നോക്കാൻ തുടങ്ങിയാൽ കുട്ടി ആ നിലയിലേക്ക് വരും. അത് നിങ്ങൾ അധ്യാപകർക്ക് മാത്രമേ സാധിക്കൂ. ഇവിടെയുള്ള ഓരോ അധ്യാപകരും അതിനുള്ള കഴിവുള്ളവരാണ്. പ്രിയ അധ്യാപകരെ, നിങ്ങളുടെ ഒന്നായ പ്രവർത്തനങ്ങളും ഈ സ്ഥാപനത്തോട് ഉള്ള പ്രതിബദ്ധതയും ഏറ്റവും അഭിനന്ദനാർഹം തന്നെ. പ്രിയ കുഞ്ഞുങ്ങളെ, നിന്റെ യൗവനകാലത്ത് നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ ഓർക്കുക. നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഓരോ ദിവസവും പുതിയ ഒരു വിജയം കൈവരിക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സിദ്ധിക്കാൻ കഴിയുന്നതൊന്നും, നിങ്ങൾക്ക് സിദ്ധിക്കാൻ കഴിയാത്തതൊന്നും ഈ ലോകത്തിലില്ല. ഈ ദിനവും ഭാവിയുമെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക, വിജയിക്കുക. ഞങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി, വളർച്ചയ്ക്കായി, നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കാൻ എല്ലാ പിന്തുണയും നൽകുന്നു. എല്ലായിടത്തും പരാജയങ്ങളെ പരാജയപ്പെടുത്തുക, നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക, നല്ല മനുഷ്യരായി വളരുക. അതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ വിജയം. ഈ പാഠശാലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പരിചയങ്ങളും അധ്യാപകരുടെ മാർഗനിർദ്ദേശങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമാകട്ടെ. ഒരു വ്യക്തിയാകുവാനുള്ള നിങ്ങളുടെ പരിശ്രമത്തിൽ മുഴുവൻ പിന്തുണ നൽകുന്ന ഈ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും അധ്വാനത്തിനും പ്രവർത്തനങ്ങൾക്കും നന്ദി പറയുകയാണ്. നല്ല ജീവിത മൂല്യങ്ങൾ കൈവരിച്ച് മുന്നേറുവാൻ താല്പര്യം കാണിക്കുക. പഠനത്തിൽ മാത്രമല്ല, സൗഹൃദത്തിലും ആത്മീയതയിലും സ്നേഹത്തിലും നിങ്ങളുടെ മുന്നിൽ വിജയം തീർച്ചയായും കാത്തിരിക്കുന്നു. നിങ്ങൾ വിജയിക്കുകയും മികച്ചതായി ജീവിതം നയിക്കുകയും ചെയ്യുമെന്നതിൽ ഞങ്ങൾക്ക് തീർച്ചയുണ്ട്. നമ്മുടെ ചെറുപുഷ്പ ഹൈസ്കൂൾ ഒരു അക്ഷരവിളക്കായി നിങ്ങളെ തിരുവഴിയിൽ നയിക്കട്ടെ. ഈ വിദ്യാലയത്തെ മുന്നിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്ന സിസ്റ്റർ ജ്യോതി ആന്റണിയുടെ നിസ്തുലവും ത്യാഗോജ്വലമായ സേവന സന്നദ്ധതയെ അഭിനന്ദിക്കുന്നു. ഒപ്പം കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന സിസ്റ്റർ ടെസ്സി പൊന്നപ്പൻ, എല്ലാ ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫുമാരെയും നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം ഈ കലാലയത്തെ പൂർവ്വകാലങ്ങളിൽ നയിച്ച എല്ലാ പ്രിൻസിപ്പൽമാരെയും, സിസ്റ്റേഴ്സിനെയും, ടീച്ചേഴ്സിനെയും, അവരുടെ ഈ സ്കൂളിനോടുണ്ടായിരുന്ന പ്രതിബദ്ധതയും എല്ലാം നന്ദിയോടെ ഓർക്കുന്നു. എത്ര വിളമ്പിയാലും തീരാത്ത അക്ഷരപാത്രമാണ് വിദ്യ. എത്ര പഴകിയാലും ശോഭമങ്ങാത്ത ഓർമ്മകളുടെ ഇടമാണ് വിദ്യാലയമുറ്റം. വന്നപ്പകുട്ടുള്ള പുണ്യങ്ങൾ കൊണ്ട് മഴവില്ല് തീർക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഈശ്വരനാണ് യഥാർത്ഥ വെളിച്ചം. അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും, തമസിൽ നിന്നും വെളിച്ചത്തിലേക്കും, മൃത്യുവിൽ നിന്നും അമർത്യത്തിലേക്കും നയിക്കുന്നവൻ ഈശ്വരൻ. നിങ്ങളിലും വെളിച്ചമുണ്ടാകട്ടെ. ദൈവത്തിന്റെ ദീപ്തമായ സാന്നിധ്യം നിങ്ങളിലൂടെ ലോകമെങ്ങും പ്രതിഫലിക്കട്ടെ. ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കുവാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും കഴിവുകൾ പ്രതിഫലിക്കുന്ന ഒരിടമായിട്ട് ഈ സ്റ്റേജ് മാറട്ടെ. ഇനിയും ചെറുപുഷ്പ സ്കൂൾ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് ശോഭമങ്ങാതെ ഉയർന്ന് പ്രശോഭിക്കട്ടെ. എല്ലാവിധ പ്രാർത്ഥന ആശംസകളും സ്നേഹത്തോടെ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.